ഹായ്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ മലയാളി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ മലയാളം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും, ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പോണൻസിനെ കുറിച്ചാണ്. അതായത് കുറേ പേര് കേട്ടിട്ടുണ്ട് ബ്രോ കമ്പോണൻസിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ. അപ്പോൾ അത് നോക്കുമ്പം നമുക്ക് പ്രാക്ടിക്കൽ രീതിയിൽ പഠിച്ചാലേ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആവും, അല്ലെങ്കിൽ നമുക്ക് മറന്നു പോകും. സോ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫ്രെയിം. അതായത് ഇനിഷ്യലി ഒരു ഫ്രെയിം വരച്ചിട്ട് അതിനെ സ്കൂളിന് ഞാൻ റീനെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഒരു ഫ്രെയിം ചെറുതായിട്ടൊന്ന് വരച്ചിട്ട് അതിനെ സ്റ്റേജിന് റീനെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്നുമില്ല, വെറുതെ ഒരു നമുക്ക് പ്രിവ്യൂ നോക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ പ്രിവ്യൂ നോക്കാൻ എങ്ങനെയാണെന്ന് അറിയാമോ? ജസ്റ്റ് ഈ ഫ്രെയിമിനെ സെലക്ട് ചെയ്തിട്ട് ഈ ഈ കണ്ട ഇപ്പോൾ പുതിയ ഫിഗ്മയിൽ ഒരു UI ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസൻറ്റ് എന്നൊരു ബട്ടൺ കണ്ട, ഈ പ്ലേ ബട്ടൺ പോലെ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് പ്രിവ്യൂ നോക്കാൻ പറ്റും. ഓക്കെ, ശരി. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് വയ്ക്കാൻ വേണ്ടിയ എല്ലാ ഐക്കോൺസിനെയും നമുക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ അതിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത് ഐക്കോണിഫൈ ഐക്കോൺസാണ്. അപ്പോൾ അത് എവിടെ പോയി എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പ്ലഗിൻസ് ഉണ്ട്, അതായത് ഈ ആക്ഷൻസ് കണ്ട, ഇപ്പോൾ ഇതിൽ പോയിട്ട് ജസ്റ്റ് നമുക്ക് ഈ പ്ലഗിൻസ് ആൻഡ് വിഡ്ജസ്റ്റിൽ പോയിട്ട് അവിടെ ഐക്കോണിഫൈ, ഇപ്പോൾ ആൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ കണ്ട്, അല്ലെങ്കിൽ നിങ്ങളിവിടെ സെർച്ച് ചെയ്തെടുക്കണം ഐക്കോണിഫൈ. ഓക്കെ, അതെടുക്കണം. പിന്നെ അത് ലോഡായി സമയം എടുത്ത് തരാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയല്ലേ ഞാൻ ഇപ്പോൾ ഇത് എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ തോന്നുന്ന ഐക്കൺസൊക്കെ എടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ഈ ഐക്കോൺ എടുക്കുന്നത്. ആൻഡ് പിന്നെ സോളർ ഐക്കണിലാണ് ഞാൻ ഇപ്പോൾ എല്ലാ ഐക്കോണും എടുക്കുന്നത്. ഇപ്പോൾ ഇതിനെ എടുക്കണം, ഇമ്പോർട്ട്, then ഇത് ഇമ്പോർട്ട്, പിന്നെ ഇത് ഇമ്പോർട്ട്, പിന്നെ ഇത് ഇമ്പോർട്ട്, ഇതും കൂടി ഇമ്പോർട്ട്. പിന്നെ വേറെ എന്തെങ്കിലും വേണോ? ഇതും കൂടി എടുക്കാം. ഓക്കെ, എല്ലാ ഐക്കണും ഞാൻ ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇമ്പോർട്ട് ചെയ്ത ഐക്കൺസ് എല്ലാം ഇവിടെ വന്നിരിക്കും. ഇപ്പോൾ ഇതിനെയാണ് ഞാൻ സ്റ്റുഡൻസ് എന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡൻസ്. ഇപ്പോൾ ഓരോ സ്റ്റുഡൻസിനെയും ഞാൻ റീനെയിം ചെയ്യാൻ പോകണം. ഇപ്പോൾ ഇത് രാജു, ഇത് കുമാർ, ഇത് സുന്ദർ, ഇത് പ്രവീൺ, ഇത് പാണ്ഡ, പിന്നെ ഇത് എന്താ പേര് കൊടുക്കണം, പോലാർ. ഓക്കെ, ഇതെല്ലാം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ നെയിമാണ്. പോലാർ വേണ്ട, ഇത് സാം എന്ന് കൊടുക്കാം. ഇത് ഓക്കെ, സ്റ്റുഡൻസിനെ എല്ലാം ഞാൻ സെറ്റാക്കി. ഇപ്പോൾ ഈ സ്റ്റുഡൻസിനെ എല്ലാവരെയും ഞാൻ ഒരു ക്ലാസ്സിൻ്റെ അകത്താക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എല്ലാ സ്റ്റുഡൻറ്റിനെയും സെലക്ട് ചെയ്തിട്ട് ഇവിടെ കണ്ട കർസർ ഫോളോ ചെയ്തോ. ഇപ്പോൾ ഇത് കണ്ട ഈ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് കമ്പോണൻറ്റ് സെറ്റ് എന്നൊരു സംഭവം ഉണ്ടാവും. അതിന് ഞാൻ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ ഞാൻ ഇതെടുത്ത് ഇവിടെ വയ്ക്കാൻ പോകുന്നത് ജസ്റ്റ് വെറുതെയാണ് എടുത്ത് വെച്ചത്, സ്റ്റെപ്പൊന്നുമല്ല. ഓക്കെ, ഇപ്പോൾ ഇത് കമ്പോണൻറ്റ് 1 വന്ന്, ആ കമ്പോണൻറ്റ് സെറ്റിൻ്റെ പേര് കമ്പോണൻറ്റ് 1 വന്ന്. അപ്പോൾ ഞാൻ അതിനെ മാറ്റാൻ പോകണം. ഇപ്പോൾ ഞാൻ ഇത് റെഗുലർ ക്ലാസ് എന്ന് വെച്ച്. ഓക്കെ, ഈ റെഗുലർ ക്ലാസ് റൂമിൻ്റെ അകത്തുള്ള സ്റ്റുഡൻസാണ് ഇവരൊക്കെ. ഇപ്പോൾ കണ്ട ഇത് ഇങ്ങനെ വെറുതെ നീക്കുമ്പോൾ അതിങ്ങനെ പോയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഈ ക്ലാസ് റൂമിൻ്റെ അകത്തുള്ള എല്ലാ സ്റ്റുഡൻസിനും ഈക്വൽ സ്പേസ് വിട്ടിരിക്കണം, പിന്നെ നല്ല കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, എല്ലാം നീറ്റായിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് റൂം സെലക്ട് ചെയ്ത് വെച്ചിട്ട് Shift+A പ്രസ് ചെയ്ത്, അപ്പോൾ അതെല്ലാം ഓട്ടോ ലേഔട്ടിൻ്റെ അകത്തായി. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പോയി അറേഞ്ച് ആയിരുന്നോളും. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഓട്ടോ ലേഔട്ടോടെ ഒരു ഹെൽപ്ഫുൾ തിങ് ആണിത്. ഓക്കെ, പിന്നെ അടുത്ത് ഇപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടീനെ എടുത്ത് ഈ സ്റ്റേജിൽ വെച്ച് നോക്കണം. കണ്ട,
അപ്പോൾ ഈ സ്റ്റേജിൽ നോക്കുമ്പോൾ ഐക്കൺ നല്ല ചെറുതായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പ്രിവ്യൂവിൽ നോക്കിയാലും ഇവിടെ കണ്ടില്ല, അതാ ഇവിടെ ഇരിക്കണം. പ്രിവ്യൂവിൽ നോക്കുമ്പോൾ നല്ല ചെറുതായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിനെ ഞാൻ കുറച്ച് വലിപ്പം കൂട്ടണം. അപ്പോൾ ഞാൻ ഇതിൽ പോയിട്ട് വലിപ്പം കൂട്ടേണ്ട ആവശ്യമില്ല. ഞാൻ എവിടെ കൂട്ടുമെന്ന് വെച്ചാൽ ഈ ക്ലാസ് റൂമിൽ പോകും. ക്ലാസ് റൂമിൽ പോയിട്ട് ആ മെയിൻ ഫ്രെയിമിനെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു എൻ്റർ പ്രസ് ചെയ്താൽ ആ എല്ലാ കുട്ടിയും സെലക്ട് ആവും. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ടായിരിക്കും. അതായത് ഞാൻ റെഗുലർ ക്ലാസ്സിനെ ഇപ്പോൾ സെലക്ട് ചെയ്ത് പിന്നെ ഒരു എൻ്റർ ഹിറ്റ് ചെയ്ത് അപ്പോൾ എല്ലാ കുട്ടിയും സെലക്റ്റായി. ഓക്കെ, അപ്പോൾ എല്ലാ കുട്ടിയും സെലക്ട് ആയപ്പോൾ നമുക്ക് എല്ലാം മൾട്ടിപ്പിൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒറ്റയടിക്ക് എല്ലാത്തിൻ്റെ ഹൈറ്റേയും വിഡ്ത്തിനെയും മാറ്റാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതിനെ ജസ്റ്റ് ലോക്ക് ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ സൈസൊക്കെ മാറ്റേണ്ടത്. ഇപ്പോൾ ലോക്ക് ചെയ്തില്ലെങ്കിൽ ഈ ഹൈറ്റ് മാത്രം കൂടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വിഡ്ത്ത് മാത്രം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ലോക്ക് ചെയ്താൽ ഈ ഹൈറ്റും വിഡ്ത്തും സെയിം ആയിട്ട് കൂടിക്കോളും. ഓക്കെ, ഞാനിപ്പോൾ ഒരു 36 വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ട ഇപ്പോൾ ഇതും 36 ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഈ ക്ലാസ് റൂമിലിരുന്ന ഒരു കുട്ടീനെ എടുത്തിട്ടാണ് അങ്ങനെ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചത്. അതുകൊണ്ട് നമുക്ക് ഇതിലിപ്പോൾ ഈ മാറ്റേണ്ട ആവശ്യമില്ല, ഇവിടെ മാറ്റിയാലേ അത് ഇവിടെ മാറിക്കോളും. ഓക്കെ, അതാണ് കമ്പോണൻസിയുടെ ഒരു നല്ല ഗുണം. പിന്നെ എൻ്റെ മലയാളം ഓക്കെ അല്ലേ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ശരി. ഇപ്പോൾ ക്ലാസ് റൂം റെഡിയായി. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൗസ് ഹോർ ചെയ്യുമ്പോൾ ഒരു സ്റ്റൈലിലും മൗസ് ഹോർ ചെയ്യാതപ്പോൾ വേറൊരു സ്റ്റൈലിൽ ഇരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു കുട്ടീനെ എടുക്കണം. ആൾട്ട് പ്രസ് ചെയ്ത് വെച്ച് ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്, വേറൊരിടത്താണ് എടുക്കരുത്. ഇത് ഈ റെഗുലർ ക്ലാസ്സിൻ്റെ അകത്ത് നിന്ന് തന്നെ ആ കുട്ടീനെ എടുക്കണം. എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഈ കുട്ടി, അതായത് നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പം എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ പുറത്ത് വന്നിട്ട് ടീച്ചറെ എനിക്ക് ഡാൻസ് പഠിക്കാൻ പോകണം, പിന്നെ പ്രമീഡ് പ്രാക്ടീസ് ചെയ്യാൻ പോകണം, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനെപ്പോലെ ഈ കുട്ടീനെ ഇവിടെ ഞാൻ പുറത്തെടുത്ത്, അപ്പോൾ പുറത്തെടുത്തിട്ട് ഈ കുട്ടി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതിനൊരു ക്ലാസ്, ആ ക്ലാസ് ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ Ctrl+Alt+G പ്രസ് ചെയ്യും. അപ്പോൾ ഇത് കണ്ടോ, ഇതിനെ ചുറ്റി ഒരു ഫ്രെയിം 1 എന്നൊരു സംഭവം ക്രിയേറ്റ് ആവും. അപ്പോൾ അതിനെ ഞാൻ റീനെയിം ചെയ്യും. ആ റീനെയിം എന്ന് വെച്ചാൽ പ്രാക്ടീസ് ക്ലാസ്സിന് ഞാൻ റീനെയിം ചെയ്ത്. അപ്പോൾ ഈ ഇപ്പോൾ ഈ ലേയേഴ്സ് പാനലിൽ നോക്കിക്കോ, ഈ പ്രാക്ടീസ് ക്ലാസ്സിൻ്റെ അകത്താണ് ഞാൻ അവിടെ നിന്നെടുത്ത് ആ കുട്ടി കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പ്രാക്ടീസ് ക്ലാസ്സിനെ ഞാൻ ഒരു കമ്പോണൻ്റായിട്ട് മാറ്റണം. അത് എങ്ങനെ പോയി മാറ്റുന്നത് വെച്ചാൽ ഈ പ്രാക്ടീസ് ക്ലാസ്സിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ ഈ ഐക്കൺ കണ്ട, ഈ കമ്പോണൻസ് ഐക്കണാണ്, ഇത് ക്ലിക്ക് ചെയ്താൽ കമ്പോണൻ്റായിട്ട് അത് മാറിക്കോളും. ഓക്കെ, ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ഒരു സംഭവം സെറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ ക്ലാസ്സിൻ്റെ അകത്ത് ഏത് കുട്ടി കയറിയാലും അതിന് 2 സ്റ്റേറ്റ് വേണം. അപ്പോൾ ഒന്ന് മൗസ് ഹോർ ചെയ്യാത്തപ്പോൾ ഉള്ള സ്റ്റേറ്റ്, ഒന്ന് മൗസ് ഹോർ ചെയ്യുമ്പോഴുള്ള സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പ്രാക്ടീസ് അത് ആ കമ്പോണൻറ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഇത് പ്ലസ് ബട്ടൺ കണ്ട, അതിനെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഒരു ആഡ് വേരിയൻ്റ് എന്നൊരു സംഭവം ക്രിയേറ്റ് ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് അച്ചീവ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടില്ലേ, അതായത് മൗസ് ഹോർ ചെയ്യുമ്പം ഒരു സ്റ്റൈലിലും മൗസ് ഹോർ ചെയ്യാത്തപ്പോൾ വേറൊരു സ്റ്റൈലിലുമായിട്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ജസ്റ്റ് ഞാൻ ഇപ്പോൾ വലുപ്പം കൂട്ടിയിട്ട് ഇത് കൊണ്ട് സെൻട്രലാക്കി വെച്ചിട്ട് കുറച്ച് സ്പേസ് വിടണം. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മൗസ് ഹോർ ചെയ്യുമ്പം ഈ ഐക്കോണിൻ്റെ കളറും മാറണം, പിന്നെ അതിനെ ചുറ്റി ഒരു കളർ വരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഈ ലെയർ നോട്ടീസ് ചെയ്യണം. ഡീഫാൾട്ട് കണ്ട, അതിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് Alt+Ctrl പ്രസ് ചെയ്ത് വെച്ചിട്ട് Alt+Ctrl+Shift പ്രസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം. 60 പിക്സലിൽ ഞാൻ നിർത്തി. അത് കണ്ട, അത് ബോക്സിൻ്റെ താഴെ മറ്റേ വിഡ്ത്തും ഹൈറ്റും എഴുതി കാട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഞാൻ 60 പിക്സലിൽ നിർത്തി. അപ്പോൾ ഇത് ഫസ്റ്റ് വേരിയൻറ്റിൽ അങ്ങനെ ചെയ്ത്, അപ്പോൾ അതേപോലെ സെക്കൻഡ് വേരിയൻറ്റിൽ ചെയ്യണം. ഒരു ക്ലിക്ക് ചെയ്തിട്ട് Shift+Alt+Ctrl നീക്കി വെച്ചിട്ട് അതേപോലെ 60 പിക്സലിൽ തന്നെ ഇരിക്കണം. മുകളിൽ എത്ര പ്രൊപ്പോർഷൻ വിത്ത് കയറ്റി വെച്ചോ അതേപോലെ താഴെ വയ്ക്കണം. ഓക്കെ, ഇപ്പോൾ ഇത് റെഡി. ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ് എങ്ങനെ, അതായത് മൗസ് ഹോർ ചെയ്യുമ്പം
രണ്ടാമത്തെ സ്റ്റേറ്റ് മൗസ് ഹോർ ചെയ്യാത്തപ്പോൾ നോർമലായിട്ട് ഈ സ്റ്റേറ്റ് ഇരിക്കണം. അപ്പോൾ മൗസ് ഹോർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ സ്റ്റൈൽ മാറ്റണം എനിക്ക്. അപ്പോൾ ഈ ഐക്കൺ ഞാൻ ക്ലിക്ക് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഇത് പ്രാക്ടീസ് ക്ലാസ്സിൻ്റെ ഒരു സീറ്റ്, പിന്നെ അതിൻ്റെ അകത്ത് പോയാൽ ആ സ്റ്റുഡൻറ്റ് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളർ മാറ്റണം. അതിൻ്റെ കളർ ഒരു നീല കളർ കൊടുക്കാം. ഓക്കെ, നീല കളർ കൊടുത്ത് ഇപ്പോൾ നീല കളർ മാത്രം പോരാ. സെറ്റ്. ഇപ്പോൾ ഇത് മതി. ഇപ്പോൾ ഞാൻ ഇത് എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിനെ ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരുന്നത് ഡിലീറ്റ് ചെയ്യാൻ പോകും. ഇപ്പോൾ ഇതിലിരുന്ന ഒരു കുട്ടീനെ ഞാൻ എടുത്ത് വയ്ക്കും. അതായത് ആ കുട്ടീനെ മാത്രമല്ല സീറ്റോടെ ചേർത്ത് എടുക്കണം. ഓക്കെ, ആൾട്ട് പ്രസ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ എടുത്ത് ഇവിടെ വെച്ച് ഇപ്പോൾ ഞാൻ ഇതിനെ പ്രിവ്യൂ ചെയ്ത് നോക്കാൻ പോകണം. ഇപ്പോൾ ഇത് കണ്ട മൗസ് ഹോർ ചെയ്യുമ്പം ഒന്നും വരത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ പ്രോട്ടോടൈപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അത് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പ്രോട്ടോടൈപ്പ് സെക്ഷനിൽ പോയിട്ട് അതായത് ഇതിലിരുന്ന് ആ പ്ലസ്സിനെ അങ്ങനെ എടുത്ത് ഇവിടെ കണക്ട് ചെയ്യണം. അതായത് ഫസ്റ്റിലിരുന്ന് സെക്കൻഡ് ഇതിലോട്ട് കണക്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. പിന്നെ വീണ്ടും നിങ്ങൾ കെയർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലിരുന്ന് കണക്റ്റ് ചെയ്യുമ്പം അതിലൊരു സംഭവം ഇങ്ങനെ വരും. അപ്പോൾ അത് നോട്ടീസ് ചെയ്യണം. ട്രിഗർ ഓൺ ക്ലിക്കായിരിക്കും. നമ്മളതിനെ വൈൽ ഹോവറിങ് ആയിട്ട് മാറ്റണം. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ. ഇതിൽ ഇത്രയേ ഉണ്ട്. ഇപ്പോൾ വൈൽ ഹോവറിങ് ആകുമ്പം അതായത് ഇതിനെ ഹോവർ ചെയ്യുമ്പം അത് ഇങ്ങനെ മാറണമെന്ന് നമ്മൾ എഴുതി വെച്ച്. ഓക്കെ, അപ്പോൾ അതിവിടെ നോക്കാം. നമ്മൾ മൗസ് ഹോവർ ചെയ്യുമ്പം അതങ്ങനെ മാറും. ക്ലിയർ? പിന്നെ അടുത്ത് നമുക്ക് ഇത്രയും പോരാ. ഇത് ക്ലിക്ക് ചെയ്യുമ്പം അതിനെ ചുറ്റി ഒരു സംഭവം കൂടി വരണം. അതിൻ്റെ ചുറ്റി ഒരു കളറും കൂടി വരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇതിലിരുന്ന് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാറ്റി ഡിസൈനിൽ പോയിട്ട് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഒറ്റ ക്ലിക്കാണ്. ക്ലിക്ക് ചെയ്തിട്ട് ആ ഫില്ലും കൂടി കൊടുക്കണം. ഫില്ലും കൂടി കൊടുത്തിട്ട് അതിൻ്റെ കളർ സെലക്ട് ചെയ്യണം. അതിന് നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്തോ. ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബോർഡർ റേഡിയസും അതായത് രണ്ടിൻ്റേതും ഒരേപോലെ ചെയ്യണം. സൈസ് കാര്യങ്ങളും ഈ ബോർഡർ റേഡിയസ് കാര്യങ്ങളും രണ്ടിൻ്റേതും ഒരേപോലെ ഇരിക്കണം. പക്ഷേ ഈ കളർ ഈ രണ്ടിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് മൗസ് ഹോർ ചെയ്യാത്തപ്പം ഇത് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് ഹോർ ചെയ്യാൻ പോകുന്നത് കണ്ട ആ കളർ വന്ന്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ശരി. ഇപ്പോൾ ഇത് സെറ്റാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. അയ്യോ, അപ്പോൾ ഇത് വലിയ പ്രോജക്റ്റൊക്കെ ആകുമ്പോൾ ഞാൻ ഇത് എങ്ങനെ ചെയ്യും? ഓരോ ഐക്കണും ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ച് ചെയ്യണോ? അപ്പോൾ അങ്ങനെ ചെയ്യണ്ട. ഇപ്പോൾ അതിന് വേണ്ടിയാണ് ഒരു സൊല്യൂഷൻ. ഇപ്പോൾ നമ്മൾ ഈ പ്രാക്ടീസ് ക്ലാസ്സിന് ഒരു റൂൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് എന്താ റൂൾ എന്ന് വെച്ചാൽ ഏത് കുട്ടികളാണ് ഈ പ്രാക്ടീസ് ക്ലാസ്സിന് വരേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഫസ്റ്റ്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാം ഫസ്റ്റ്. അപ്പോൾ പ്രാക്ടീസ് ക്ലാസ് തന്നെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് ഇവിടെ കണ്ട ഈ പ്രോപ്പർട്ടീസിൻ്റെ അടുത്ത് മൗസ് ഹോവർ ചെയ്യുന്ന ഒരു പ്ലസ് വരും. അത് ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റൻസ് സ്വാപ്പ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നമുക്കിങ്ങനെ ഒരു പോപ്പപ്പ് വരും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു റൂൾ സെറ്റ് ചെയ്യാൻ പോകുന്നു. അതായത് ഇവിടെ ഉള്ള കുട്ടികൾ മാത്രം ഇവിടെ വരാൻ പെർമിഷൻ ഉണ്ട്. അങ്ങനെ ഒരു റൂൾ സെറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആ പെർമിഷൻ്റെ പേര് എൻറോൾഡ് സ്റ്റുഡൻസ് എന്ന് ഞാൻ കൊടുത്തു. ഇപ്പോൾ ആരാണ് ഈ എൻറോൾഡ് സ്റ്റുഡൻസ്? അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ആ പിക്ക് ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്തിട്ട് കമ്പോണൻസിൽ പോയിട്ട് റെഗുലർ ക്ലാസ്, അതായത് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തില്ലേ ഒരു ക്ലാസ്, റെഗുലർ ക്ലാസ് സ്റ്റുഡൻസ്. നമ്മൾ ഇവിടെ ഉള്ള എല്ലാ സ്റ്റുഡൻസും ഉണ്ടല്ലോ, ആ എല്ലാ സ്റ്റുഡൻസും റെഗുലർ ക്ലാസ്സിൻ്റെ അകത്താണ് ഇരിക്കുക. അപ്പോൾ ഈ റെഗുലർ ക്ലാസ്സിനെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രോപ്പർട്ടി കൊടുത്താൽ നമ്മളിപ്പോൾ ഇതിനൊരു പെർമിഷൻ കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ ഈ പ്രാക്ടീസ് ക്ലാസ്സിൻ്റെ അകത്ത് ഈ റെഗുലർ ക്ലാസ്സിൽ ഇരിക്കുന്ന സ്റ്റുഡൻസ് എല്ലാം ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇപ്പോൾ അടുത്ത് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ്, പക്ഷേ ഇത് എവിടെ പോയി ആ സ്റ്റുഡൻസ് ഇരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ എങ്ങനെ പറയാൻ പോകണമെന്ന് വെച്ചാൽ ഈ പ്രാക്ടീസ് ക്ലാസ് നോക്കുമ്പം ഇതൊരു സീറ്റാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സീറ്റിൽ നോക്കുമ്പം ഫസ്റ്റ് സീറ്റിൽ പോയി അത് ഫസ്റ്റ് സീറ്റിലാണ് ഈ സ്റ്റുഡൻറ്റ് വന്നിരിക്കുമെന്ന് പറയരുത്. ഫസ്റ്റ് സീറ്റിൽ ഇരിക്കുന്ന ആ സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്തിട്ട് ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ഇൻസ്റ്റൻസ് പ്രോപ്പർട്ടി കൊടുത്താൽ ഇവിടെ അടുത്ത ഒരു പോപ്പപ്പ് വരും. കണ്ടാൽ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്നില്ല, പക്ഷേ അവിടെ ഉണ്ട്.
എൻറോൾഡ് സ്റ്റുഡൻസ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തില്ലേ ഒരു റൂള്, അതിനെ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ റെഗുലർ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ആ സ്റ്റുഡൻറ്റ് ഇവിടെയാണ് വന്നിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. ഓക്കെ, അതേപോലെ ഇപ്പോൾ ഇത് ഈ സീറ്റിൽ വന്നിരിക്കണമെന്ന് പറഞ്ഞു, അപ്പോൾ അതേപോലെ ഈ സീറ്റിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം സെയിം. അപ്പോൾ ഈ സീറ്റിൽ മാത്രമല്ല സീറ്റിൻ്റെ അകത്തുള്ളത് പോയി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ പോയി സെലക്ട് ചെയ്തിട്ട് നമ്മൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കണക്ട് ചെയ്ത്, അതേപോലെ ഇവിടെയും ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ഇൻസ്റ്റൻസ് ഓഫ് പ്രോപ്പർട്ടി, അതേപോലെ രണ്ടിലും സെയിം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയാണ് സെറ്റിങ്സ്, വേറെ ഒന്നുമില്ല. ഇനി ഇതിനെ ക്ലോൺ ചെയ്ത് നോക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് ആൾട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൺട്രോൾ ഡി എത്ര ഐക്കൺസ് ഉണ്ടോ, എത്ര 1 2 3 4 5 6 ഉണ്ട്. 1 2 3 4 5 6. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഈ സെറ്റിങ്സ് ഐക്കൺ ഇരിക്കട്ടെ. പിന്നെ അടുത്ത് രണ്ടാമത്തെ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താണ് ആ സ്റ്റുഡൻറ്റിനെ സ്വാപ്പ് ചെയ്യണം. ഡബിൾ ക്ലിക്ക് ചെയ്ത് രാജുവിനെ മാറ്റി ശ്യാമാക്കി, അടുത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് രാജുവിനെ മാറ്റി പാണ്ഡയാക്കി, ഡബിൾ ക്ലിക്ക് ചെയ്ത് അടുത്ത് കുമാർ, ഇത് സുന്ദർ, ഇത് ശ്യാം ഓൾറെഡി ഉണ്ടോ, വേറെ ആര്, കുമാറും ഉണ്ട്, വേറെ ആരില്ലാത്തത്, ഫോൾഡറില്ല, ഉണ്ടോ, എല്ലാം ഉണ്ടോ, പ്രവീണാണോ, പ്രവീണാണ് ഇല്ലാത്തത്. ഓക്കെ, ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്ത് നോക്കുമ്പം ഓക്കെ, ഇപ്പോൾ ഞാൻ ഇത് ഹോർ ചെയ്യുമ്പോൾ ഇത് വന്ന് അതെന്താ വരാത്തത്, വാട്ട് ഹാപ്പൻഡ്, സംതിങ് റോങ്. അപ്പോൾ അത് എന്ത് തെറ്റ് പറ്റിയെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഞാൻ ഇതിൽ കണക്ട് ചെയ്ത് എൻറോൾഡ് സ്റ്റുഡൻസ്, ഇതിൽ കണക്ട് ചെയ്തില്ല. ഇതാണ് നേരത്തെ സംഭവിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ഇൻസ്റ്റൻസ് ഓഫ് പ്രോപ്പർട്ടി കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയ മോഡൽ കേട്ടോ, അത് ഡാർക്ക് തീം ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ല പെട്ടെന്ന്. അപ്പോൾ ഇവിടെ എൻറോൾ സ്റ്റുഡൻസിനെ കണക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കണക്റ്റായി, നേരത്തെ കണക്റ്റ് ആയില്ല. ഇതാണ് പ്രശ്നം. അതായത് രണ്ടിലും ഒരേപോലെ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കണ്ട തെറ്റ് പറ്റിയതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരാൻ ഒരു ചാൻസ് കിട്ടി. ഇപ്പോൾ ഫസ്റ്റ് ഇതിൽ കണക്ട് ചെയ്യണം, ഇതിലും കണക്ട് ചെയ്യണം. ഞാനിത് ഓവറായി ഒന്നുകൂടെ പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കമ്പോണൻറ് സെർച്ച് നോക്കാം. ഹോവർ ചെയ്യുമ്പോൾ ഇങ്ങനെ സെറ്റ്, സൂപ്പർ, അടിപൊളി. ഓക്കെ, എല്ലാം ക്ലിയറായി. ഒന്നുകൂടി പറഞ്ഞു തരട്ടെ. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രൊഫഷണലി വലിയ സ്കെയിലബിൾ പ്രോജക്ട്സിനൊക്കെ ഇങ്ങനെയാണ് കമ്പോണൻറ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു യൂസറിൻ്റെ ഒരു ഐക്കൺ കൂടി ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോർമലായിട്ട് ചെയ്ത് എങ്ങനെ ചെയ്യും, ഇതേപോലെ ഓരോ കാർഡായിട്ട് എടുത്ത് വെച്ച് ചെയ്ത് പിന്നെ അതിന് ഓരോ പ്രോട്ടോടൈപ്പ് ചെയ്ത് ഹോർ ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കേണ്ടി വരും. പക്ഷേ ഇവിടെ എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ വേറൊരു ഐക്കൺ കൂടി ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സെറ്റ്സ് അല്ല, അതെ, കോണിഫൈ എടുത്തിട്ട് യൂസറിനെ അടിച്ചാൽ കിട്ടുമോ, കിട്ടി. യൂസറിനെ ഞാൻ സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത്, ഇപ്പോൾ ഇത് ഐക്കോണെല്ലാം എത്ര സൈസ് 36. അപ്പോൾ ഇതിന് ഞാൻ എന്ത് ചെയ്യും, പേരും കൂടെ മാറ്റട്ടെ, പേര് മാറ്റി ഡിങ് എന്ന് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിന് സൈസ് ഇത്ര, ഇത് 36. അപ്പോൾ ഇതും 24 ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിനെ ലോക്ക് ചെയ്തിട്ട് 36 ടൈപ്പ് ചെയ്യണം. അപ്പോൾ അത് ആ സൈസിൽ വന്നോളും. ഇപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്യണം, ഇതിനെ എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. കാരണം ഇതൊരു കമ്പോണൻ്റ് അല്ല, കമ്പോണൻറ്റ്സ് എല്ലാം ചേർന്ന് ഈ കമ്പോണൻറ്റ് സെറ്റിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുമില്ല, വെറുതെ കമ്പോണൻ്റ് ആക്കിയാൽ മതി. അത് എങ്ങനെ ആക്കണം, ഈ ഐക്കോണിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, കണ്ട ഇവിടെ ഈ ഐക്കോൺ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്താൽ കമ്പോണൻ്റ് ആവും. പിന്നെ ഇതിനടുത്ത് ഇവിടെ ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഇതിന് വേണ്ടിയാണ് ഈ കറക്റ്റായിട്ട് അറേഞ്ച് ആയിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ ഓട്ടോ ലേഔട്ട് ഇട്ടത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതിൽ എന്ത് ചെയ്ത് ഈ ഐക്കോണിൽ കൂടെ ആഡ് ചെയ്ത് വെച്ച്, ഇപ്പോൾ ഈ സ്റ്റേജിൽ ഇപ്പോൾ ഒരു കുട്ടി കൂടെ ഇവിടെ വരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, കോപ്പി ചെയ്ത് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ ആ സീറ്റിലല്ല, ആ സീറ്റിൻ്റെ ഡബിൾ ക്ലിക്ക് ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ ആ സ്റ്റുഡൻറ്റ് സെലക്ട് ആവും. അപ്പോൾ ആ സ്റ്റുഡൻറ്റിനെ നമുക്ക് സ്വാപ്പ് ചെയ്യാം. ഡിങ് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഇപ്പോൾ ഹോർ ചെയ്ത് നോക്ക്, ആ സെയിം പ്രോപ്പർട്ടി അവിടെ വന്ന് കാണും. ആ സെയിം സ്റ്റൈലിംഗ് എഫക്ട്സ് എല്ലാം ചേർന്ന് അവിടെ വരും. നമ്മൾ ജസ്റ്റ് സെറ്റ് ചെയ്തത് എല്ലാ കമ്പോണൻസിനും ചേർത്ത് ഒരു കമ്പോണൻറ്റ് സെറ്റാക്കി വയ്ക്കണം. എല്ലാ ഐക്കോൺസിനും ചേർത്ത് ഒരു കമ്പോണൻറ്റ് സെറ്റാക്കി വയ്ക്കണം. പിന്നെ ആ കമ്പോണൻറ്റ് അതിലുള്ള ഒരു കുട്ടീനെ മാത്രം എടുത്ത് പുറത്ത് വെച്ചിട്ട് അതിനെ ഒരു കമ്പോണൻ്റാക്കി, അതിനൊരു ഫ്രെയിമാക്കി, പിന്നെ അതിനൊരു കമ്പോണൻ്റാക്കി
അതിന് രണ്ട് ടൈപ്പ് എടുത്ത് വയ്ക്കണം. അതായത് ഒരു വേരിയൻറ്റ് മൗസ് ഹോവർ ചെയ്തപ്പം ഹോവർ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കണം. ഓക്കെ. പിന്നെ അടുത്ത് പ്രോട്ടോടൈപ്പിൽ കണക്ട് ചെയ്യണം. ചെയ്തിട്ട് ഈ പ്രാക്ടീസ് ക്ലാസ്സിന് ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യണം. ചെയ്തിട്ട് എങ്ങനെ ആഡ് ചെയ്യണം? ഇൻസ്റ്റൻസ് സ്വാപ്പ് ക്ലിക്ക് ചെയ്യണം. ഇൻസ്റ്റൻസ് സ്വാപ്പ് ക്ലിക്ക് ചെയ്താൽ അത് ചോദിക്കും, നിങ്ങളിപ്പോൾ റൂൾ സെറ്റ് ചെയ്യാൻ പോകും, ആ റൂളിൻ്റെ പേരെന്താ. പിന്നെ ആ റൂളിൽ, അതായത് ഈ ഇൻസ്റ്റൻസ് സ്വാപ്പിൽ ഏത് കുട്ടികളാണ് ഈ ക്ലാസ്സിൻ്റെ അകത്ത്, അതായത് ഈ ഇപ്പോൾ പ്രാക്ടീസ് ക്ലാസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തില്ലേ, അതിൻ്റെ അകത്ത് ഏത് കുട്ടികളാണ് വരാൻ പറ്റും, അങ്ങനെ ഒരു ക്രൈറ്റീരിയ നമ്മൾ എഴുതി കൊടുക്കും. പിന്നെ കൊടുത്തിട്ട് നമ്മൾ പെർമിഷൻ കൊടുത്തു. ഓക്കെ, ഈ കുട്ടിയാണ് ഇവിടെ വരാൻ പോകുന്നത്, നമ്മൾ പെർമിഷൻ കൊടുത്തു. പക്ഷേ ഏത് സീറ്റിലാണ് ഇരിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്ത്, ഈ കുട്ടീനെ സെലക്ട് ചെയ്ത്, അതായത് ഇവിടെ നിന്ന് എടുത്ത് വെച്ച കുട്ടീനെ സെലക്ട് ചെയ്തു. ഓക്കെ, ആ ഫ്രെയിമിനല്ല കുട്ടീനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതിന് ഇൻസ്റ്റൻസ് സ്വാപ്പിന്, അതായത് അപ്ലൈ ഇൻസ്റ്റൻസ് സ്വാപ്പ് പ്രോപ്പർട്ടീനെ കണക്ട് ചെയ്ത് വെച്ച്. അപ്പോൾ ഇതിൽ മാത്രം ചെയ്താൽ പോരാ, രണ്ടാതിരിക്കുന്ന ആ കുട്ടിയിലും ചെയ്ത് വയ്ക്കണം. അപ്പോൾ തന്നെ ഇതിലുള്ള ഇതിൽ വരുന്ന സെയിം ഐക്കോൺ ഇവിടെയും എഫക്റ്റ് ആവും. അപ്പോൾ രണ്ട് എഫക്റ്റും സൂപ്പറായിട്ട് കിട്ടും. ഓക്കെ. ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൗസ് ഹോവർ ചെയ്യുമ്പം സൈഡിൽ ഒരു സംഭവം, ഒരു ആരോ പോലെ വന്നിട്ട് ആ കുട്ടിയുടെ പേര് കൂടെ കാണിച്ചാൽ എങ്ങനെയായിരിക്കും, അതുപോലെ കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഫ്രെയിം എടുത്ത് ഞാൻ അങ്ങനെ വരഞ്ഞ് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് നെയിം ജസ്റ്റ് ഞാൻ ഇതിനൊരു ഓട്ടോലോട്ട് ഇടട്ടെ. ഇട്ടില്ല, ഷിഫ്റ്റ് ഓക്കെ, ഒന്ന് ഓട്ടോലോട്ട് ഒന്ന്. അടുത്ത ഒരു ഷേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് ബോർഡർ റേഡിയസ് വളച്ച് അത് അവിടെ അകത്ത് കൊണ്ടുവച്ചാൽ ഓക്കെ. അപ്പോൾ അത് പൊസിഷൻ അബ്സല്യൂട്ട് ആക്കണം. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യണം. അതെ, ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ അതിവിടെ വരും. പിന്നെ അത് ആ ഫ്രെയിമിനെ കുത്തി അതിൻ്റെ ക്ലിപ്പ് കണ്ടൻ്റ് എടുത്ത് കളയണം. അപ്പോൾ അത് സെയിം കളറിലാവും. അപ്പോൾ ഇതും എല്ലാം ഒറ്റ കളറിലാക്കാം. ഇതും ബ്ലാക്ക് ആക്കി. ഓക്കെ, ഇനി ഇതിനെ ബോർഡർ റേഡിയസ് വളയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ കളർ വൈറ്റ്. അപ്പോൾ ഇത് എന്താ കളർ വയ്ക്കാൻ, ഓക്കെ, ഈ കളർ വയ്ക്കാം. പിന്നെ ഈ സംഭവത്തിനെ എടുത്ത് ഇതിൽ അങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ നീക്കി ഇങ്ങനെ വെച്ച് അതേ സെയിം സംഭവത്തിനെ തന്നെ എടുത്ത് ഇവിടെയും വെച്ച് ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്ത്. ഓക്കെ ഫൈൻ. ഇപ്പോൾ ഇതിൽ ഇനിഷ്യൽ സ്റ്റേറ്റിൽ ഇത് വേണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇതിനെ ഇവിടെ വച്ചിട്ട് ഞാൻ അതെന്ത് ചെയ്യും, ഹൈഡ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഹൈഡ് എങ്ങനെ ചെയ്യുന്ന അറിയാമോ? ഈ ഐ ഐക്കോൺ കണ്ട, ഐക്കോണെ ക്ലിക്ക് ചെയ്താൽ മതി, ഹൈഡ് ആയിക്കോളും. ഇപ്പോൾ ഹോവർ ചെയ്യുമ്പോഴൊക്കെ ഈ സംഭവം വരണം ഇവിടെ. അയ്യോ വന്നില്ല, വന്നു. ഓക്കെ, വന്ന് സെറ്റ്. ഇനി ഈ പേരുകൾ എങ്ങനെ വരയ്ക്കണം? ഈ പേരുകളൊന്നുമില്ല, ഇത് വേറെ വഴിയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് മതി. അത് കുറച്ച് സമയം എടുത്ത് പറഞ്ഞു തരേണ്ടിയിരിക്കും. ഇപ്പോൾ ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇതെല്ലാത്തിനും സെലക്ട് ചെയ്ത് വെച്ചിട്ട് മുകളിൽ പോയാൽ പ്രോപ്പർട്ടി 1 ഇരിക്കും. അതിനെ ഞാൻ പിടിച്ച് വേരിയൻറ്റ് 2 എന്നാക്കും. ഈ പ്രോപ്പർട്ടി 1ഉം വേരിയൻറ്റ് 2 ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞു തരട്ടെ. ഇതിന് പ്രോപ്പർട്ടി 1 ഇരിക്കുന്നത് സ്റ്റേറ്റ്. ഓക്കെ, ആ സ്റ്റേറ്റാണ് ഇത് ഒരു സ്റ്റേറ്റ്, ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്. അപ്പോൾ முதல் സ്റ്റേറ്റ് എന്താ, ഡീഫാൾട്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ് ഹോവർഡ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പേര് നേരത്തെ മാറ്റിയിരിക്കണം, പക്ഷേ വേണ്ട. ഓക്കെ, ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ സ്റ്റേറ്റ് ഹോവർഡ് ഡീഫാൾട്ട് വേണമെന്ന് വെച്ചാൽ ഡീഫാൾട്ട് വരും, ഹോവർഡ് എന്ന് വെച്ചാൽ ഹോവർഡ് വരും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഇത് ഞാൻ റീനെയിം ചെയ്യട്ടെ, സെറ്റിങ്സ് വെറുതെ. അടുത്ത് ഇത് സിപ്പ്, ഇത് പിക്ചേഴ്സ്, യെസ്. അടുത്തത് ഇത് ഫോൾഡേഴ്സ്, ഇത് പിൽസ്, ഇതെന്തൊക്കെയാണ് ഡാഷ്ബോർഡ്. ജസ്റ്റ് ഡിസൈനിന് വേണ്ടിയാണ്, വേറെ ഒന്നുമില്ല.
അക്കൗണ്ട്. ഓക്കെ, സെറ്റ്. ഇത് ചെയ്തിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാത്തിനും അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് സ്റ്റേറ്റിനെ എന്ത് മാറ്റും, ഡീഫോൾട്ടായിട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ ഡീഫോൾട്ടായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യും, പോർ ചെയ്യുമ്പം അതങ്ങനെ വരും. സെറ്റിംഗ്, സിപ്പ്, പിക്ചേഴ്സ്, ഫോൾഡേഴ്സ്, ഫിൽസ്, ഡാഷ്ബോർഡ്, അക്കൗണ്ട്സ്. ഓക്കെ, സെറ്റായ എല്ലാം. അപ്പോൾ എൻ്റെ മലയാളം എങ്ങനെ ഉണ്ട്? ഇടയ്ക്കിടയ്ക്ക് തമിഴ് മിക്സായി കാണും. വേറെ ഒന്നും പറയാനില്ല. ബൈ. പിന്നെ വേറൊരു കാര്യം, എനിക്ക് എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് നോക്കുമ്പം 6000+ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു റൂമിൽ ഒരു 100 പേരുണ്ടെങ്കിൽ എണ്ണാൻ പറ്റുമോ? അത്രയ്ക്ക് നല്ല കൂട്ടമായിട്ടല്ലേ ഇരിക്കും. അപ്പോൾ 6000 എങ്കിൽ എത്രയാണ്? അപ്പോൾ 6000 പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ഐ ജസ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് 6000 പീപ്പിൾ. പിന്നെ വേറൊരു കാര്യവും കൂടി ഉണ്ട്. എൻ്റെ അനാലിറ്റിക്സ് നോക്കുമ്പോഴേ പകുതി പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നോക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. ബൈ.